This news is brought to you by Lakshmi Home Appliances, Village Office in the സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഔഷധ ഗ്രാമം കാർബൺ ന്യൂട്രൽ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പ്രാപ്പോയിൽ ആയുഷ് PHCയിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ രാഖി കെ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കമലാക്ഷൻ, ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ലീന വില്യംസ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രവീൺ KD, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ PR എന്നിവർ സംസാരിച്ചു. കൂടാതെ പഞ്ചായത്ത് അംഗങ്ങളായ PJ ജോസ്, മഞ്ജു വിനോദ്, കൃഷി ഓഫീസർ അഞ്ജു P, CDS ചെയർപേഴ്സൺ സുനിത കുമാരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. വർക്കിംഗ് ഗ്രൂപ്പ് മെമ്പർ PK അഗസ്റ്റിൻ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. പ്രദേശത്തെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും ഔഷധ സസ്യങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആവിഷ്കരിച്ച ഈ മാതൃകാ പദ്ധതി ജനപങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കുന്നത്. സന്തോഷകരമായ നൂതനമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപ വ്യവസ്ഥയും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു നൂതന പദ്ധതിയാണ് ഇന്ന് നാം ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പൂർവികർ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഏകദേശം എല്ലാ ആൾക്കാർക്കും തന്നെ അറിയാം, അവരുടെ ആ ഒരു മിറ്റവും തൊടിയുമൊക്കെ, പൂർവികരുടെ ആ ഒരു മിറ്റവും തൊടിയുമൊക്കെ ഒരു ഔഷധശാല തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പം എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിലെ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു, ഒത്തിരി പച്ചമരുന്നുകൾ എന്ത് ആവശ്യത്തിനും അന്നത്തെ കാലത്തൊരു പച്ചമരുന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കുക എന്നുള്ളത് ഏതൊരു രോഗത്തിനും ഒരു സർവ്വരോഗ സംഹാരി എന്ന് പറയുന്ന പോലെ തന്നെ അന്നുള്ള കാരണന്മാർ നമുക്ക് ഉപദേശിച്ചു തന്നിരുന്ന ഒരു മാർഗം അതായിരുന്നു. ഏതായാലും ഇതൊക്കെ ആയുർവേദത്തെ പറ്റിയൊക്കെ ആളുടെ ഒരു ധാരണ പരമ്പരാഗതമായി ആയുർവേദമൊന്നും കാര്യപ്പെട്ട കാര്യമുള്ളതൊന്നല്ല. അലോപ്പതി എതിർക്കാനല്ല, അലോപ്പതിയാണ് പ്രധാനപ്പെട്ടതെന്നൊക്കെ പറയുന്ന ഒരു സമയത്താണ് ഇപ്പം തൊട്ടടുത്ത ദിവസം ഒരു അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം പടിയൂർ ഉദ്ഘാടനം ചെയ്തേക്കാണ് അല്ലേ? കേട്ടില്ലേ? വാർത്ത വന്നില്ലേ? എത്രയാ? 300 ഏക്കർ സ്ഥലം, 200 കോടി രൂപ മുടക്കി ലോക നിലവാരത്തിലേക്ക് നമ്മുടെ ആയുർവേദം എത്തുകയാണ്. ആയുർവേദത്തിന് ഇപ്പോൾ ഏറ്റവും അലോപ്പതി ആയുർവേദം തെറ്റിക്കാനെന്ന് ഞാൻ പറയുന്നില്ല, ആയുർവേദത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശം ചടങ്ങ് എനിക്ക് പോകേണ്ടതുകൊണ്ട് തിരക്കാക്കേണ്ട, 12 ട്രെയിനിന് പോകേണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് നീട്ടരുത്, പറയാനുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടേ പോകാവുള്ളൂ എന്ന് കൃഷി ഓഫീസറോടും മെമ്പർമാരോടും ഇനി ലേശോടെ അധ്യക്ഷൻ പിന്നെ പ്രസംഗിക്കാതെ പറയാൻ ബാക്കിയുണ്ടെങ്കിൽ അധ്യക്ഷൻ പറഞ്ഞോണം. അത്രമാത്രമാണ് ആയുർവേദത്തിൻ്റെ പ്രാധാന്യം. ഏതായാലും കുറച്ച് ബാലാരിഷ്ടതയൊക്കെ ഉള്ളൊരു പദ്ധതി 2022 തുടങ്ങി വെച്ച പദ്ധതിയാണ്. ഇപ്പോൾ 26-ലാണ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നത്. ഇല്ല, ഒരു നൂതന പദ്ധതി എന്നുള്ള നിലയ്ക്ക് ആലോചിച്ചപ്പോൾ നൂതന പദ്ധതി പറ്റൂലാണ്. ഇല്ല, അങ്ങനല്ലേ? നൂതന പദ്ധതി പറ്റൂല. ചില കാര്യമൊക്കെ നടപ്പാക്കി വരുമ്പോൾ എവിടെയും തടസ്സങ്ങളാണ്. എന്നാൽ പിന്നെ നൂതന അല്ലെങ്കിൽ സാധാരണ പദ്ധതിയായിട്ട് പറയാൻ പറഞ്ഞ് കൊടുത്തു, നല്ലടിയെ അന്നേരം പറഞ്ഞ് കുഴപ്പമാണ്. അവസാനം ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ടു, കളക്ടർക്ക് പരാതി കൊടുത്തു, DPCക്ക് കൊടുത്തു. അവസാനം എല്ലാ കാര്യങ്ങളൊക്കെ നീങ്ങി ഏതായാലും എത്രയും പെട്ടെന്ന് ഇപ്പം ട്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യവും ഇവിടെ നടന്നിരിക്കുകയാണ്. 200 ചട്ടിയുണ്ട് അല്ലേ? 200 ഔഷധ സസ്യങ്ങളുടെ ചട്ടിയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്ക് ഷെയ്ഡിനുള്ള 7 ലക്ഷം രൂപയുടെ പദ്ധതി കേട്ടോ. 7 ലക്ഷം രൂപ മുടക്കി നമുക്ക് നല്ല ഇത് നേരത്തെ നമ്മുടെ അധ്യക്ഷ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ ചട്ടി ഇവിടെ വെച്ചു, വെയിലൊക്കെ കൊള്ളുന്നുണ്ട്. ഇത് അന്യൻ്റെ ചട്ടിയാണ് എന്നൊന്നും വിചാരിക്കുന്നത് നമ്മുടെ സ്വന്തം വിചാരിക്കണം. മയിലിന് ഇത് അന്യൻ്റെ മയിലിത് കടിച്ചു തിന്നാൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മയിലിന് കടിച്ചു തിന്നാൻ വരുമ്പം മയിലിനെ നമുക്ക് ഓടിക്കണം. ഔഷധ സസ്യങ്ങൾ അവിടെ നിലനിർത്താൻ വേണ്ടി പറ്റണം. ഇതിൻ്റെ ചില നിർവഹണ ഉദ്യോഗസ്ഥന്മാർ, കൃഷി ഓഫീസറോട് നിർവഹണ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാണ്, ഒരാളങ്ങനെ തുനിഞ്ഞിങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു പദ്ധതി നടക്കുമെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവായത്. ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പം ചില ഉദ്യോഗസ്ഥന്മാരും ചില പഞ്ചായത്ത് മെമ്പറും ചില ഭരണാധികാരിയും ചില പ്രസിഡന്റുമാരും ചില ബ്ലോക്ക് പ്രസിഡന്റുമാരൊക്കെ പറയും അതിനെന്തുകൊണ്ട് തടസ്സം. ഇതിന് കുറച്ച് തടസ്സം വന്നു ഇല്ലേ ഡോക്ടറെ? ഇതിന് കുറച്ച് തടസ്സം വന്നു. തടസ്സം വന്നിടത്ത് വീണ്ടും ഇടപെട്ട്
പരാതി കൊടുത്തു, കളക്ടർ ഇടപെട്ടു. ഇതിന്റെ ഭാഗമായിട്ട് വന്നൊരു കാര്യം എന്താണെന്നറിയോ? അവസാനം ഇത്തരത്തിലുള്ള ചെടിച്ചട്ടി വെക്കാമെന്നും അതിന് നൂതന പദ്ധതിയല്ല, അല്ലെങ്കിൽ പുതിയ സാധാ പ്രോജക്റ്റ് അല്ല, അതിനപ്പുറത്ത് ചെടിച്ചട്ടി വെക്കാന്നുള്ള ഒരു ഓർഡർ തന്നെ വന്ന് അങ്ങനെ ആ ഓർഡറിന്റെ ഭാഗം നമ്മുടെ അംഗൻവാടിയിൽ ഉൾപ്പെടെ ഇപ്പൊ ചെടിച്ചട്ടി വെക്കുന്നവർക്ക് അറിയെത്തിയത് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഔഷധ ഗ്രാമം, കാർബൺ ന്യൂട്രൽ ഗ്രാമം എന്ന പദ്ധതി. സത്യം പറഞ്ഞാൽ ഇത് ഒരിക്കലും നടപ്പിലാവില്ല എന്ന് വിചാരിച്ച ഒരു പദ്ധതിയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടന്നത് എന്നൊരു സന്തോഷം കൂടിയുണ്ട്. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇത് കഴിഞ്ഞ വർഷമാണ് ഈ പദ്ധതി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയതെങ്കിലും ഈ പദ്ധതിയുടെ പിറകിൽ നമ്മൾ 2023 വർഷം തൊട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഭരണസമിതിയുടെ ആദ്യ കാലങ്ങളിൽ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു പദ്ധതിയാണിത്, ഔഷധഗ്രാമം എന്നുള്ളത്. അപ്പോൾ ആ വർഷം ഇത് സാധാരണ നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതികളിൽ എങ്ങനെയൊക്കെ നടപ്പിലാക്കാം എന്നുള്ളൊരു സബ്സിഡി നോംസ് എന്ന് പറഞ്ഞിട്ടൊന്ന് ഇറക്കിയിട്ടുണ്ട്. അതിന് വിരുദ്ധമായതുകൊണ്ട് ഇത് നൂതനമായിട്ട് വെക്കണം എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പോൾ നൂതന പദ്ധതിയായിട്ട് നമ്മൾ വെച്ചു 2022-23. അന്നാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് ആ വർഷം. അപ്പം ഞാൻ വരുമ്പോഴേക്ക് ഈ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുന്നേ. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംപെക്സ്, പീജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.